മഞ്ഞുകാലത്ത് പ്രത്യേകിച്ച് ഇപ്പൊ തണുപ്പ് കൂടുതലുണ്ട്. പലതരം പെയിനുകൾ, വേദനകൾ, ജോയിന്റ് പെയിൻ, കാൽമുട്ട് വേദന, കയ്യിൽ വേദന, പല വേദനകളായിട്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്കും അതിന് മുകളിലുള്ളവർക്കും ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രക്തത്തിന്റെ ഒഴുക്ക് കുറയും, ഞരമ്പുകൾ ചുരുങ്ങും, ബ്ലഡ് കട്ടയാവാൻ സാധ്യതയുണ്ട്, ഹാർട്ടിന് കംപ്ലൈന്റ് വരും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റം വരുത്തണം. അതായത് നമ്മൾ പകലൊക്കെ വെള്ളം, ഈ മഞ്ഞ് കാലം കണ്ട് വെള്ളം കുറച്ച് കുടിക്കുള്ളൂ, വെള്ളം ആവശ്യത്തിന് കുടിക്കണം. അതുകൂടാതെ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു പുതപ്പിട്ട് മൂടുക, കഴുത്ത് ശരിക്ക് മൂടുക, ചെവിക്ക് കംപ്ലൈന്റ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ചെവി അടച്ചു വെക്കുക, കാല് സോക്സ് ഇടുകയോ പുതപ്പിട്ട് മൂടുകയോ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം പകൽ സമയത്ത്. ഇതൊക്കെ ചെയ്യണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഞായറാഴ്ചകൾ ഏതെങ്കിലും ഒരു ദിവസം ശരീരത്തിന് ഈ ബ്ലഡിന്റെ ഒഴുക്കോ കൂട്ടാനായിട്ട് നമ്മൾ ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓയിലുണ്ട്. ഇത് മാഗ്നറ്റിക് ഓയിലാണ്, പഞ്ചരത്ന ഓയിൽ. ഈ ഓയില് നമ്മുടെ ശരീരത്തിൽ മാത്രം പുരട്ടിയിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് ചെയ്യാവുന്നതാണ്. ഇത് പലർക്കും ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ല ഗുണം കിട്ടുന്നുണ്ട്. അത് ഒന്നാമത് ഈ 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് ഈ പെയിനൊക്കെ കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി ഉറങ്ങുമ്പോഴും ഇപ്പൊ ഫാനൊക്കെ ഇട്ട് രാത്രി കിടക്കൂല നമ്മൾ. അപ്പോ ഈ കൊതുകിന്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഫാൻ ഇടണമെന്ന് പറയും ചിലവർ, എന്നിട്ട് മൂടിക്കിടക്കും. അപ്പൊ ഈ കുറച്ച് കഴിയുമ്പോൾ പ്രകൃതിയിൽ ചൂട് അല്ല തണുപ്പായതുകൊണ്ട് കൂടുതൽ തണുപ്പ് ചെവിയിലൂടെ ഒക്കെ കയറും. അപ്പൊ ചെവി അടക്കുക, ഈ ചെസ്റ്റിന്റെ അവിടെ പുതപ്പിടുക, കാല് മൂടിയിടുക, അല്ലെങ്കിൽ സോക്സ് ഇടുക. ഇങ്ങനെയുള്ള ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് നിർവഹിക്കുക. ഈ ഓയിൽ വേണ്ടവർ എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇത് അയച്ചു തരുന്നതായിരിക്കും. ഇത് ഇട്ടിട്ട് എങ്ങനെയാണ് ഇത് പുരട്ടേണ്ടത്, മുഖത്ത് പുരട്ടരുത്, തലയിലും പുരട്ടരുത്, ശരീരത്തിൽ ഓപ്പോസിറ്റ് അങ്ങനെ താഴ്ന്ന് മുകളിലോട്ടാണ് ഇത് പുരട്ടേണ്ടത്. അരമണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളം കുളിക്കുക. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഈ മഞ്ഞുകാലത്തെ പ്രതിരോധിക്കാം. ഓക്കെ, താങ്ക് യു.